ജെയുടെ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. കാരണം മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളല്ല 100% സ്കോർ ചെയ്യുന്നത്, പെർസെൻറ്റൈൽ സ്കോർ ചെയ്യുന്നത്. അതെന്തൊരു വാക്കാണ്? നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരു മാർക്ക് കിട്ടുന്നത് പെർസെൻറ്റേജിലല്ലേ, 100% എനിക്ക് മാർക്ക് കിട്ടി. ജെയുടെ സ്കോർ അങ്ങനെയല്ല, പെർസെൻറ്റൈലാണ് പറയുന്നത്. എന്താണ് ഈ പെർസെൻറ്റൈൽ? മുഴുവൻ എഴുതുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ആ വിദ്യാർത്ഥികളുടെ നമ്പരും അതിൽ ഹയസ്റ്റ് സ്കോർ ചെയ്ത വിദ്യാർത്ഥിയുടെ മാർക്കും എടുത്തിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് പെർസെൻറ്റൈൽ സ്കോർ. അതായത് ഒരു 100% മാർക്ക് സ്കോർ ചെയ്യുന്ന വിദ്യാർത്ഥിയുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നതും മാർക്ക് നോക്കിയാൽ മാക്സിമം ഒരു 200-220 മാർക്കൊക്കെ ആയിരിക്കും 100% വരിക. അപ്പോൾ ഔട്ട് ഓഫ് 300-ൽ ഒരു 220-230 ഒക്കെ വരുന്ന കുട്ടികൾക്ക് 100%-ൽ എത്തും. അതായത് 300-ൽ 300 എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളാരും പേടിക്കേണ്ട കേട്ടോ. ഈ ഒരു പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം ജെഇക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതും പരീക്ഷാ ഹാളിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ കറക്റ്റ് ചെയ്യേണ്ടതും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. 3 സബ്ജക്റ്റും നമുക്കറിയാവുന്നത് നല്ല കോൺഫിഡൻസോടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട. മുഴുവൻ അറ്റൻഡ് ചെയ്യുന്നവർ മൈനസ് അടിച്ച് റാങ്ക് പുറകിലേക്ക് പോകും. പകരം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്താൽ മൈനസ് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല റാങ്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെർസെൻറ്റേജ് അല്ല നമുക്ക് വേണ്ടത്, പെർസെൻറ്റൈൽ സ്കോറാണ് ബെസ്റ്റ് ആക്കേണ്ടത്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.